വെറും 3 റൗണ്ട് പിന്നിട്ടപ്പോൾ തന്നെ വിജയം സുരക്ഷിതമെന്ന് നിശ്ചയിക്കുന്നു UDF ക്യാമ്പ്. കാരണം മണ്ഡലത്തിന്റെ സ്വഭാവം അതാണ്. അതുകൊണ്ടാണ് നഗരമേഖലകളുടെ ചിത്രം ഇങ്ങനെയെങ്കിൽ ഇനി ഞങ്ങൾക്ക് വലിയ വിജയം, ഇതാണ് UDF ക്യാമ്പിന്റെ പ്രതീക്ഷ. നമുക്ക് കാണാൻ കഴിയുന്ന ദൃശ്യങ്ങളും അങ്ങനെയാണ്. പാലക്കാടിന്റെ നഗരമേഖലകൾ UDF പ്രവർത്തകർ കീഴടക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഉയർന്ന പ്രധാനപ്പെട്ട വിവാദമായിരുന്നു നീല ട്രോളി ബാഗ് ഉയർത്തിക്കൊണ്ടുള്ള പ്രകടനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിജയം ആഘോഷിക്കുന്ന UDFന്റെ പ്രവർത്തകർ. സരിന് ഒരു ഘട്ടത്തിൽ പോലും മുന്നിലെത്താൻ കഴിഞ്ഞില്ല. ഏതാനും ബൂത്തുകളിൽ മാത്രം ഏതാനും വോട്ടുകളുടെ ലീഡ് നേടാൻ മാത്രം പി സരിന് കഴിഞ്ഞപ്പോൾ നഗരസഭയിൽ തേരോട്ടം നടത്തുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. 3ഉം 4ഉം റൗണ്ടുകളിൽ മേധാവിത്വം. അങ്ങനെ 1418 വോട്ടുകളുടെ ലീഡ്. 4ാമത്തെ റൗണ്ടിൽ 230 വോട്ടുകളുടെ ലീഡ് നേടി. അതിനു മുൻപ് 3ാം റൗണ്ടിൽ അതിനേക്കാൾ കൂടുതൽ വോട്ടുകളുടെ ലീഡ് ഉണ്ടായിരുന്നു. അങ്ങനെ 2ാം റൗണ്ടിലെ ലീഡ് നഷ്ടപ്പെട്ടിരിക്കുകയാണ് സി കൃഷ്ണകുമാറിന്. ഇപ്പോൾ 1418 എന്ന നിർണായകമായ ലീഡ് നേടിയിരിക്കുന്നു. 5ാം റൗണ്ടിലേക്ക് വോട്ടെണ്ണൽ കടക്കുമ്പോൾ 4 റൗണ്ട് പൂർത്തിയാകുമ്പോൾ വലിയ ലീഡ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് പാലക്കാടിന്റെ രാഷ്ട്രീയമാണ്. അതെ, തീർച്ചയായിട്ടും പാലക്കാടിന്റെ മണ്ഡല സ്വഭാവം അതാണ്. നഗരസഭാ മേഖലകളിൽ ഒരു കക്ഷിയെ മാത്രം പിന്തുണയ്ക്കുമ്പോൾ ഗ്രാമമേഖലകളിലേക്ക് മറ്റു കക്ഷികൾക്ക് പിന്തുണ നൽകും. ഇത് പാലക്കാട് വർഷങ്ങളായി പറഞ്ഞു വരുന്ന രാഷ്ട്രീയമാണ്. പക്ഷേ ഇത്തവണ സംഭവിക്കുന്നത് നഗരമേഖലകൾ തന്നെ മറ്റൊരു കക്ഷിയെ പിന്തുണയ്ക്കുന്നു. UDF കടന്നു വരുന്നു. UDF പ്രവർത്തകരുടെ ആവേശം, മുദ്രാവാക്യം വിളികളും പ്ലക്കാർഡുകളും കൊടിതോരണങ്ങളും ഒക്കെയായി UDF പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം ആരംഭിച്ചു കഴിഞ്ഞു. ഇതൊരു തുടക്കം മാത്രമാണ്. UDFന്റെ ഒരു തുടക്കം മാത്രമായിരിക്കും ഇത്, ഈ ആഹ്ലാദ പ്രകടനം. ഇനി അങ്ങോട്ട് പാലക്കാട് കാണാൻ പോകുന്നത്, നേരത്തെ തന്നെ ഈ വിജയഗാനം തയ്യാറാക്കി വെച്ചുകൊണ്ടാണ് വോട്ടെണ്ണൽ തുടങ്ങിയത്. പക്ഷേ അതിനെതിരെ പരിഹാസം വന്നിരുന്നു. അതുകൊണ്ട് അതിന്റെ ഔദ്യോഗിക റിലീസിൽ മാറ്റിവെച്ചിരുന്നു. പക്ഷേ അത് സോഷ്യൽ മീഡിയയിലൂടെ ആ ഗാനം കേൾപ്പിച്ചിരുന്നു. എന്തായാലും അതിപ്പോൾ ഉച്ചത്തിൽ കേൾക്കാൻ പോവുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അങ്ങനെ പാലക്കാടിന്റെ അല്ലേ? അതെ, ഞങ്ങൾ ഔദ്യോഗികമായ ഒരു ഗാനവും പുറത്തിറക്കിയില്ലെന്ന് രാഹുൽ പറഞ്ഞു. പക്ഷേ ഇനി അദ്ദേഹത്തിന് അവകാശപ്പെടാം, അത് ഞങ്ങളുടെ ഗാനം തന്നെയാണ്. കാരണം വിജയം വലിയ വിജയമായിരിക്കുമെന്ന് ഉറപ്പാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് നഗരമേഖലകളിൽ, പാലക്കാടിന്റെ നഗരമേഖലകളിൽ തന്നെ വലിയ മുന്നേറ്റമായി. മഞ്ജുഷ്, എന്തുകൊണ്ടാണ് ഇവിടെ BJPക്ക് തിരിച്ചടി ഉണ്ടായത് എന്നത് വലിയ പരിശോധനാ വിധേയമാവേണ്ടി വരും. കാരണം പാലക്കാടിന്റെ നഗരസഭ ഭരിക്കുന്നത് BJP ആണ്. പരമ്പരാഗതമായി BJPക്ക് സ്വാധീനമുള്ള ഇടങ്ങളാണ്. ഒരു കാലത്ത് ഇടതു വലത് കക്ഷികൾക്ക് സ്വാധീനമുള്ള ഇടത്ത് BJP കടന്നു കയറിയതാണ്, തർക്കമില്ല. പക്ഷേ ആ രാഷ്ട്രീയം മാറി ചിന്തിച്ചോ, അതോ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയോടുള്ള എതിർപ്പ് മാത്രമാണോ പ്രകടമായത്? എന്ത് എന്നത് വലിയ ചർച്ചകൾക്കിടയിൽ സ്വാഭാവികമായിട്ടും ചർച്ചകൾക്കിടയിൽ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അവിടെ പാലക്കാടിന്റെ മത്സരത്തിൽ അത് UDFിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുകയില്ല എന്നുള്ള ഒരു പ്രത്യേക രാഷ്ട്രീയമാണല്ലോ പാലക്കാടുള്ളത്. കാരണം BJP കൂടി ഉള്ളതിനാൽ. പക്ഷേ ഇവിടെ അതും ഒരു ഘടകമായിരിക്കാം. മറ്റൊന്ന് എന്നത് പാലക്കാട് നഗരസഭ ഭരിക്കുന്നത് BJP ആണ്. അവിടെ ഒരു ആന്റി ഇൻകംബൻസി അല്ലേ BJPക്കെതിരെ നഗരസഭയിൽ തന്നെ ഉണ്ട്. അപ്പോൾ ആ പരിധിയിൽ വരുന്ന ജനങ്ങൾ അങ്ങനെ ഒന്നുകൂടി കണ്ടുകൊണ്ട് അവിടെ ഡബിൾ ആന്റി ഇൻകംബൻസി ആയി, ഒന്ന് സർക്കാരിനെതിരെയും മറ്റൊന്ന് BJPക്കെതിരെയും. അങ്ങനെയെങ്കിൽ ഞങ്ങൾ UDFനൊപ്പം എന്ന് ചിന്തിക്കുന്നു. അത് മാത്രമല്ല, കഴിഞ്ഞ E ശ്രീധരന് കിട്ടിയ വോട്ടുകൾ അതിത്തോടെ സരിൻ പറഞ്ഞു എനിക്ക് കിട്ടും. കാരണം അതൊരു എലൈറ്റ് വോട്ടുകൾ എന്നൊക്കെ പറയാം. അദ്ദേഹത്തിന് മാത്രം മഹത്വം കണക്കിലെടുത്ത് ചെയ്യുന്നത്. പക്ഷേ അത് BJPയിലേക്ക് പോയിട്ടുണ്ടാവുകയില്ല. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ കിട്ടുന്നു. അത് UDFിൽ നിന്ന് പോയ വോട്ടുകളാണ്. അത് തിരികെ UDFിലേക്ക് തന്നെ വരുന്ന കാഴ്ചയാണ് കാണുന്നത്. പിന്നെ LDFിന്റെ അവസാന കണക്ക് വന്നിട്ടില്ല എങ്കിൽ പോലും നിലവിൽ സരിൻ പിടിച്ച വോട്ടുകൾ നോക്കുമ്പോൾ അതെനിക്ക് തോന്നുന്നത് 16,000-ലേക്ക് പോലും എത്തില്ല എന്നുള്ളതാണ്. അതായത് പാലക്കാട് നഗരസഭയിൽ 2021 കിട്ടിയ വോട്ടിലേക്ക് പോലും പോവുകയില്ല. അപ്പോൾ LDFിന്റെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിലുള്ള പ്രശ്നം അവിടെ വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടി കണക്കിലെടുക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഗുണം ചെയ്തിരിക്കുക രാഹുൽ മാങ്കൂട്ടത്തിനായി. അതെ മഞ്ജുഷ, മാത്രമല്ല എനിക്ക് തോന്നുന്നു കണ്ണാടി പഞ്ചായത്താണ് ഇടതുപക്ഷം അവരുടെ വോട്ട് ശതമാനം ജയപരാജയങ്ങൾക്കപ്പുറം വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ കാത്തുവച്ചിരിക്കുന്ന ഒരിടം. കണ്ണാടി പഞ്ചായത്തിൽ ഈ സ്ഥാനാർത്ഥിക്കെതിരായ ഒരു വികാരം പൊതുവിൽ പ്രകടമായെങ്കിൽ അവിടെ സരിന് തിരിച്ചടി ഉണ്ടാകുമോ? സ്വാഭാവികമായിട്ടും ന്യൂനപക്ഷ വോട്ടുകൾ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ മണ്ഡലത്തിൽ. അങ്ങനെ പാലക്കാട് നഗരസഭയിൽ BJP മേൽക്കൈ നേടുമ്പോൾ മറ്റിടങ്ങളിൽ ന്യൂനപക്ഷ വോട്ടുകൾ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായ വോട്ടുകളിലൂടെ ജയിക്കാൻ കഴിയുമെന്നുള്ളതാണല്ലോ. പക്ഷേ അത് ഈ നഗരസഭയിൽ തന്നെ ഇങ്ങനെ ഒരു നേട്ടം ഉണ്ടായെങ്കിൽ സ്വാഭാവികമായിട്ടും അതൊരു ട്രെൻഡിന്റെ സൂചനയാണ്. അങ്ങനെ വരുമ്പോൾ ഇതേ വികാരം തന്നെ പഞ്ചായത്തുകളിലും ഉണ്ടാകാം. അവിടെ ഇനി ഇൻ കേസ് LDFിലേക്കും UDFിലേക്കും വോട്ടുകൾ
വിഭജിച്ചു പോയിട്ടുണ്ട് എങ്കിൽ പോലും ഈ നേട്ടം ഇവിടെ ഇപ്പോൾ സരിനുമായി വെച്ച് നോക്കുമ്പോൾ പാലക്കാട് നഗരസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് വളരെയധികം ഉയരും അല്ലേ? അപ്പോൾ പഞ്ചായത്തുകളിൽ സരിനും രാഹുലും തമ്മിലുള്ള മത്സരമാണ്. അവിടെ സ്വാഭാവികമായിട്ടും വളരെ ഈസി ആയിട്ട് മുന്നേറാൻ കഴിയും അല്ലേ? അത് അവിടെയാണ് ഈ 12,000 മഞ്ജുഷ ഒരു കണക്ക് വരുന്നുണ്ട്, നമുക്ക് വ്യക്തതയില്ലെങ്കിലും 2021 നഗരസഭ പൂർണ്ണമായി LDF സമാഹരിച്ച വോട്ടുകൾ 16,455. ഇത്തവണ മൂന്നാം റൗണ്ടിൽ അത് 7,500 വോട്ടുകളിലേക്ക് എത്തി. അങ്ങനെയെങ്കിൽ കൂടുതലാകും എന്നല്ലേ? അങ്ങനെ ട്രെൻഡ് ഉണ്ടോയെങ്കിൽ അത് ഒരു പക്ഷേ 7,000 വോട്ടുകൾ എന്ന് പറയുമ്പോൾ ഏകദേശം 24% അടുത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ അത് കൂടുതലായിട്ട് വരികയും ചെയ്യും. ശരിയാണ്. അങ്ങനെ വരുമ്പോൾ സരിൻ പറഞ്ഞ പോലെ, പക്ഷെ സരിൻ പറഞ്ഞത് രണ്ടാമതെത്തുമെന്നാണ്. ഒന്നാമത് BJP, രണ്ടാമത് ഞാൻ. പക്ഷെ സരിൻ പറഞ്ഞ മറ്റൊരു കണക്കുണ്ട്, BJPയുടെ വോട്ടുകളിൽ ഒരു 8,000-ന്റെ എങ്കിലും കുറവുണ്ടാവുമെന്ന്. അതിപ്പോഴത്തെ ട്രെൻഡ് നോക്കിയാൽ അങ്ങനെ മനസ്സിലാവുന്നുണ്ട്. ഇനി ഒരുപക്ഷെ നഗരസഭാ മേഖലയിൽ രണ്ടാമതെത്താൻ സരിന് കഴിഞ്ഞില്ലെങ്കിൽ കൂടിയും വോട്ട് പരമാവധി സമാഹരിച്ചാൽ രണ്ടാം സ്ഥാനത്തേക്ക് എത്താൻ പറ്റും. അങ്ങനെയെങ്കിലും ഒരു വലിയ തെരഞ്ഞെടുപ്പ് ഫലമായി പാലക്കാട് ഇത് മാറും. അതായത് പാലക്കാടിന്റെ കഴിഞ്ഞ കുറേ കാലത്തെ രാഷ്ട്രീയം മാറിമറിയുന്നു എന്ന സൂചനകളിലേക്ക് കൂടി വരേണ്ടി വരും. എന്തായാലും നമുക്ക് 1418 ലീഡ് ഇപ്പോഴും അങ്ങനെ 4 റൗണ്ടുകൾ പൂർത്തിയായിരിക്കുകയാണ്. ചേലക്കരയിൽ ഒരു റൗണ്ട് കൂടുതലായതുകൊണ്ട് 5834 5 റൗണ്ടുകൾ പൂർത്തിയായി. LDFന്റെ ശക്തി കേന്ദ്രമാണ്. പക്ഷേ ലീഡ് എന്ന് പറയുമ്പോൾ ഭൂരിപക്ഷം കഴിഞ്ഞ തവണത്തെ അത്രയും ഒന്നും പോയില്ല എന്ന കാര്യം ഉറപ്പാണ്. കഷ്ടിച്ചു പോകും അല്ലെ?